ഹലോ, ഞാനെങ്ങനെ ILRന് അപ്ലൈ ചെയ്തതെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണിത്. ILRന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ലൈഫ് ഇൻ ദ UK എന്നൊരു ടെസ്റ്റ് നമ്മൾ പാസ്സാകണം. ഞാൻ യൂസ് ചെയ്ത എക്സാം പ്രിപ്പറേഷൻ മെറ്റീരിയലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇനി എങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് ബുക്ക് ചെയ്യാനെ കൊണ്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്ക്രോൾ ഡൗൺ. അതുപോലെ ഇതിന് നമുക്ക് £50 പേ ചെയ്യേണ്ടത്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്: ഇമെയിൽ ID, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, അൺഅക്സെപ്റ്റഡ് ഫോം ഓഫ് ID. ദെൻ സ്റ്റാർട്ട് നൗ ചെയ്യുക. നമ്മുടെ ഇമെയിൽ IDയും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ലൈഫ് ഇൻ ദ UKയുടെ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തു. ഞാനിവിടെ ID ടൈപ്പായിട്ട് e-visa ആണ് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഏത് ID ടൈപ്പാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ ID നമ്മൾ എക്സാമിന് പോകുമ്പോൾ ക്യാരി ചെയ്യേണ്ടതാണ്. പിന്നെ മേക്ക് എ ബുക്കിംഗ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ? നോ. ദെൻ കണ്ടിന്യൂ. ദെൻ ചൂസ് എ സെൻറ്റർ. ഇവിടെ നമ്മൾ നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റേഴ്സ് പോപ്പപ്പ് ആവും. ദെൻ നമ്മൾ സെൻറ്റർ ചൂസ് ചെയ്യുക. അതിൻ്റെ വ്യൂ അവൈലബിലിറ്റി. പിന്നെ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം ചൂസ് ചെയ്യുക. ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നതെല്ലാം അൺഅവൈലബിൾ ഡേറ്റ്സ് ആണ്. ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ്. ദെൻ ബുക്ക് ടെസ്റ്റ് ചെയ്യുക. £50 പേ ചെയ്യുക. പിന്നെ നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ വരും. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എപ്പോഴാണ് ILRന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മൾ ഒത്തിരി നേരത്തെ ILRന് വേണ്ടി ആപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ അത് റിജക്റ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനായി നമ്മൾ ILR കാൽക്കുലേറ്റർ എന്നുള്ള ഈ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഞാൻ ഈ കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്ക്രോൾ ഡൗൺ. ദെൻ യു വിൽ ഫൈൻഡ് എ ക്വസ്റ്റ്യനെയർ. The first question is length of the continuous period of residence. അത് 5 years ആണ്. Then when was the start date of your first visa? നമ്മളുടെ പാസ്പോർട്ടിൽ നമ്മൾ UKയിൽ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു എൻട്രി വിസ അടിച്ചിട്ടുണ്ട്. ആ വിസയിലെ ഡേറ്റ് ആണ് ഇവിടെ വരേണ്ടത്. ദെൻ നമ്മൾ ഫസ്റ്റ് UKയിൽ എൻട്രി ആയ ഡേറ്റ്. ദെൻ ദ കറൻറ്റ് വിസ എക്സ്പയർ ആവുന്ന ഡേറ്റ്. അതെത്രയും അടിച്ചു കഴിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡേറ്റ് കിട്ടും. ആ ഡേറ്റ് മുതൽ മാത്രമേ നമുക്ക് ILRന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ILRന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ഇഫ് യു ഹാവ് എ സ്കിൽഡ് വർക്കർ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ ഹൗ ടു അപ്ലൈ എന്നുള്ളടത്ത് പോവുക. ദെൻ അപ്ലൈ ഓൺലൈൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബിഫോർ യു അപ്ലൈ യു ക്യാൻ ചെക്ക് എലിജിബിലിറ്റി ഇൻ ഹിയർ. അപ്ലൈ നൗ. സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ. Are you currently in the UK? Yes. Save and continue. Other home office application. Any other home office application ഉണ്ടെങ്കിൽ yes ഇടാം, അല്ലെങ്കിൽ no ഇടാം. പിന്നെ നമ്മൾ നമ്മുടെ ഇമെയിൽ ID പിന്നെ ക്രിയേറ്റ് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇമെയിൽ സക്സസ്ഫുള്ളി വെരിഫൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡസ് ദിസ് ഇമെയിൽ ബിലോങ്സ് ടു? അത് ആപ്ലിക്കൻ്റ് ആണ് വരുന്നത്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. അടുത്തത് നമുക്ക് ഇവിടെ ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടോ എന്നാണ്. എൻ്റെ കേസിൽ അത് നോ ആണ്. അതുകൊണ്ട് ഞാൻ നോ ക്ലിക്ക് ചെയ്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇൻ വിച്ച് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ ILR എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് സ്കിൽഡ് വർക്കർ Tier 2 ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ മൈഗ്രൻ്റ് കാറ്റഗറി. അതിൽ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ സ്കിൽഡ് വർക്കർ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ ചെക്ക് യുവർ ആൻസേഴ്സ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതെല്ലാം റൈറ്റ് ആണോ എന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ദെൻ കണ്ടിന്യൂ. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നമ്മളുടെ ടൈറ്റിൽ, ഗിവൺ നെയിമും സർനെയിമും എല്ലാം എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ഇനി അതർ നെയിംസ് ഉണ്ടോ? നോ. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ്, ക്യാൻ വി യൂസ് ദിസ് ഇമെയിൽ അഡ്രസ് ടു കോൺടാക്ട് യു? യെസ്. സേവ്. നെക്സ്റ്റ് നമ്മുടെ കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ where do you use this telephone number? For use Wilson in the UK. Save and continue.
ദെൻ നമ്മുടെ യു കെ പോസ്റ്റ് കോഡാണ് ചോദിക്കുന്നത്. യു കെ പോസ്റ്റ് കോഡ് അടിക്കുക, അഡ്രസ്സ് എൻറ്റർ ചെയ്യുക. ദെൻ ഈസ് ഇസ് വേർ യു ലീവ്, യെസ്. ദെൻ വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലിവിങ് അറ്റ് ദിസ് അഡ്രസ്, അത് നമ്മളുടെ മന്തും ഇയറും അവിടെ എൻറ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എൻറ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മുടെ നാഷണാലിറ്റി, കൺട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ ഇതെല്ലാം എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ ക്യാൻ യു പ്രൊവൈഡ് എ വാലിഡ് പാസ്പോർട്ട്, യെസ്. ദെൻ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂയിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതെല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ നമുക്ക് നമ്മുടെ BRPയുടെ ഡീറ്റെയിൽസാണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. BRP നമ്പർ എൻറ്റർ ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ദെൻ യുവർ അതർ നാഷണാലിറ്റീസ്, എൻ്റെ കേസിൽ അത് നോ ആണ്, അതുകൊണ്ട് ഞാൻ നോ ക്ലിക്ക് ചെയ്തു, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മുടെ കറണ്ട് ഹോം അഡ്രസ്സിൽ നമ്മൾ എത്ര നാളായിട്ട് ലീവ് ചെയ്യുന്നു, അത് നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആണോ റെൻറ്റഡ് പ്രോപ്പർട്ടി ആണോ എന്ന് എൻറ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, ഡു യു ഹാവ് വാലിഡ് വിസ, യെസ്, സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ നമുക്ക് നമ്മുടെ കറണ്ട് വിസയുടെ ഡീറ്റെയിൽസാണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതെന്നാണ് എക്സ്പയർ ആകുന്നതെന്ന്. അത് നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റും. ആ ഡേറ്റ് ഇവിടെ എൻറ്റർ ചെയ്യുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ ടൈം സ്പെൻഡ് ഇൻ ക്രൗൺ ഡിപ്പെൻഡൻസീസ്, അതെന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് നോ ആണ് വരുന്നത്. ഞാൻ നോ ക്ലിക്ക് ചെയ്തു, സേവ് ആൻഡ് കണ്ടിന്യൂ. അടുത്തത് ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദ UK ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ്. ഞാൻ UK എൻറ്റർ ആയതിനു ശേഷം കപ്പിൾ ഓഫ് ടൈംസ് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ yes ആണ് കൊടുക്കുന്നത്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് യുവർ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദ UK. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്നാണ് ഔട്ട്സൈഡ് ഓഫ് ദ UK പോയത്, എന്നാണ് റിട്ടേൺ ആയത്, അതിൻ്റെ റീസണ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് ഇനി അതർ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദ UK. ഇവിടെ എനിക്ക് കേസാണ് വരുന്നത്. ഞാൻ 2 ടൈംസ് ഞാൻ നാട്ടിൽ പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ കേസ് കൊടുത്തു, സേവ് ആൻഡ് കണ്ടിന്യൂ. ഇവിടെ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ നമ്മളുടെ എക്സിറ്റ് ഡേറ്റ്, എൻട്രി ഡേറ്റ്, റീസൺ ഫോർ ട്രാവൽ ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്നത് ഡീറ്റെയിൽസും. അതായത് നമ്മുടെ എക്സിറ്റ് ആൻഡ് എൻട്രി സ്റ്റാമ്പിൽ കാണും നമ്മുടെ ഡേറ്റ്സ്, അതുമായിട്ട് മാച്ച് ആകണം നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡേറ്റ്സും. പിന്നെ ചോദിക്കുന്നത് എവിഡൻസ് ഓഫ് യുവർ ആബ്സെൻസ് ഫ്രം UK ആണ്. നമുക്ക് നമ്മുടെ ആബ്സെൻസിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ വെക്കാവുന്നതാണ്. ഞാൻ സബ്മിറ്റ് ചെയ്തത് എൻ്റെ ട്രാവൽ ടിക്കറ്റ്സ്, എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, കുഞ്ഞുങ്ങളുടെ UK എൻട്രി വിസ, ഇതെല്ലാമാണ് ഞാനിവിടെ സബ്മിറ്റ് ചെയ്തത്. ദെൻ അതർ കൺട്രീസ് യു ഹാവ് ലിവ്ഡ് ഇൻ, എനിക്കിവിടെ യെസ് ആണ് വരുന്നത്, സേവ് ആൻഡ് കണ്ടിന്യൂ. എനിക്കിനിയും ഇവിടെ 2 കൺട്രീസ്, അതായത് എൻ്റെ ബർത്ത് കൺട്രിയായ ഇന്ത്യയും പിന്നെ ഞാൻ UK വരുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത സൗദി അറേബ്യയും മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ ഇന്ത്യയാണ് കൺട്രി യു ലീവ്ഡ് ഇൻ ആയിട്ട് വെക്കുന്നത്. അവിടെ ഇപ്പം ഡേറ്റ് യു ലീവ് ദർ ഫ്രം ഞാൻ വെക്കുന്നത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അൻറ്റിൽ ഞാൻ സൗദിയിലോട്ട് മൂവ് ചെയ്ത് ആ ഡേറ്റ് വരെയാണ് ഞാൻ വെച്ചത്. പിന്നെ റീസൺ വെച്ചത് ദിസ് ഈസ് മൈ കൺട്രി ഓഫ് ബർത്ത് വർ ഐ ലീവ്ഡ് ആൻഡ് സ്കൂൾഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെച്ചത്. രണ്ടാമതായാണ് ഞാൻ സൗദി അറേബ്യ വെച്ചത്. അവിടെ ഞാൻ എൻട്രി ആയ ഡേറ്റും എക്സിറ്റ് ആയ ഡേറ്റും എൻ്റെ റീസണും മെൻഷൻ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മുടെ NI നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹാവ് യു പാസ്ഡ്, യെസ്. ദെൻ ഒരു URN നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ നമ്പർ ഏത് നമുക്ക് ലൈഫ് ഇൻ ദ UK ടെസ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് പാസ്സായെന്ന് മെയിൽ വരുന്ന ആ മെയിലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു URN നമ്പർ. ആ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എനി പ്രോബ്ലംസ് വിത്ത് ഇമിഗ്രേഷൻ ടു UK, എനിക്കിവിടെ നോ ആണ് വരുന്നത്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ പ്രോബ്ലംസ് വിത്ത് ഇമിഗ്രേഷൻ ടു എനി അതർ കൺട്രീസ്, അവിടെ എനിക്ക് നോ ആണ് വരുന്നത്. ദെൻ സ്പോൺസർ ലൈസൻസ് നമ്പറാണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ COSൽ ഉള്ള നമ്പറാണ്, അത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യണം. പിന്നെ ചോദിക്കുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ്. നമുക്കാണെങ്കിൽ ILR ആപ്ലിക്കേഷൻ ഇടുന്നതിന് നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ നമ്മുടെ എംപ്ലോയറിൻ്റെ നിന്ന് മേടിക്കേണ്ടതായിട്ടുണ്ട്. ആ എംപ്ലോയർ ലെറ്ററിനകത്ത് ഒരു SOC നമ്പറും നമ്മുടെ ആനുവൽ സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. SOC നമ്പർ സാധാരണ നഴ്സുമാർക്ക് 2237 ആണ് വരുന്നത്. ആൻഡ് സാലറി ആണെങ്കിൽ നമുക്ക് അവർലി റേറ്റിൽ അല്ലെങ്കിൽ ആനുവൽ സാലറിയിൽ എഴുതാം. ഞാൻ ആനുവൽ സാലറിയിലായിരുന്നു മെൻഷൻ ചെയ്തത്. ഇവിടെ നമുക്ക് ഈ 5 ഇയേഴ്സിനുള്ളിൽ നമ്മൾ മെറ്റേണിറ്റി ലീവോ പെറ്റേണിറ്റി ലീവോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കാം. എൻ്റെ കാര്യത്തിൽ ഇവിടെ നോ ആണ് വരുന്നത്. ഞാൻ അതുകൊണ്ട് നോ ക്ലിക്ക് ചെയ്തു. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ നമ്മുടെ NI നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. പിന്നെ ചോദിക്കുന്നത്
ദെൻ കൺവിക്ഷൻസ് ആൻഡ് അതർ പെനാൽറ്റീസ്, എനിക്കിവിടെ നോ ആണ് വരുന്നത്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ വാർ ക്രൈംസ്, അവിടെയും നോ. ദെൻ ടെററിസത്തിനെ പറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ടിവിറ്റീസ് നോ. ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുണ്ടോ? നോ. ദെൻ ടെററിസ്റ്റ് വ്യൂസ്, അവിടെയും നോ ആണ് വരുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടർ, നമ്മുടെ ഗുഡ് ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നോ. പിന്നെ ഡു യു ഹാവ് എനി ഹോം ഓഫീസ് റെഫറൻസ് നമ്പർ, അവിടെയും നോ ആണ് വരുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ ചെക്ക് യുവർ ആൻസേഴ്സ്, നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം റൈറ്റ് ആണോ എന്ന് നോക്കുക. ദെൻ അഡീഷണൽ ആപ്ലിക്കൻ്റ്, ഇവിടെ എനിക്ക് അഡീഷണൽ ആപ്ലിക്കൻ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ദെൻ പബ്ലിക് ഫണ്ട്സ്, ഇവിടെ എനിക്ക് നോ ആണ് വരുന്നത്, നമുക്ക് പബ്ലിക് ഫണ്ട് ഒന്നും കിട്ടുന്നില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ വെരിഫിക്കേഷൻ കൺസെൻറ്റ്, ഈ കാണുന്ന ലിങ്കിൽ നിന്ന് ഈ കൺസെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സൈൻ ഇട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ദെൻ ഈ കോളത്തിൽ ടിക്കിട്ട് ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്സ് ഫോർ ജോയിൻറ്റ് അക്കൗണ്ട്സ് ഓർ തേർഡ് പാർട്ടി സപ്പോർട്ട്, എനിക്കിവിടെ നോ ആണ് വരുന്നത്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കറണ്ട് പാസ്പോർട്ട് ആൻഡ് ഓൾ പ്രീവിയസ് പാസ്പോർട്ട്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ദെൻ ഈ പാസ്പോർട്ടുകളെല്ലാം നമ്മൾ ബയോമെട്രിക്കിന് മുമ്പ് നമ്മൾ കൂടെ കൊണ്ടുപോകണം. പിന്നെ ഓൾ ദ അതർ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ എംപ്ലോയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു ലെറ്റർ കിട്ടും, അത് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ മുമ്പേ കണ്ട വെരിഫിക്കേഷൻ കൺസെൻറ്റ്, അത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നമ്മൾ സൈൻ ഇട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് ചെയ്യേണ്ടത് എവിടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ ചെക്ക് യുവർ ആൻസേഴ്സ് ആണ്, ഇതിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നതെല്ലാം റൈറ്റ് ആണോ ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യുക. പിന്നെ ഡിക്ലറേഷനാണ്, നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം റൈറ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ഡിക്ലറേഷൻ. ദെൻ ഐ കൺഫേം ദാറ്റ് ഐ ആം ദ ആപ്ലിക്കൻറ്റ്. ദെൻ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ദെൻ ചൂസ് എ സർവീസ്, സ്റ്റാൻഡേർഡ് സർവീസ് വേണോ, പ്രയോറിറ്റി വേണോ, സൂപ്പർ പ്രയോറിറ്റി വേണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പ്രയോറിറ്റി സർവീസിലാണ് ചെയ്തത്. എനിക്കിപ്പം ബയോമെട്രി സബ്മിറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് വർക്കിംഗ് ഡേയിൽ എനിക്ക് ഡിസിഷൻ വന്നു. ദെൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് കൺഫർമേഷൻ ചെയ്യണം. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ ടു ഫൈനൽ ടാസ്ക്. ദെൻ മാൻഡേറ്ററി ആക്ഷൻ, അതിൽ ഫസ്റ്റ് വൺ ഡൗൺലോഡ് കൺസെൻറ്റ് ഫോം. ഈ കൺസെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന് മുമ്പേ തേർഡ് പാർട്ടി വെരിഫിക്കേഷനൊക്കെ ചോദിച്ചെടുത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് സൈൻ ഇട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ അത് ഒരു 3 പേജസുള്ള കൺസെൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് പേജ് മാത്രമേ എൻ്റെ കാര്യത്തിൽ ആവശ്യമായി വന്നുള്ളൂ, മറ്റേ 2 പേജസും തേർഡ് പാർട്ടി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകുക. പിന്നെ ഓപ്ഷണൽ ആക്ഷൻസ് ആണ്, അതിനകത്ത് നമുക്ക് ഡൗൺലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റും ഡൗൺലോഡ് കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ ഫോമും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്ക് യുവർ അപ്പോയിൻമെൻ്റ് ആണ്, അതിനായി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ TLS എന്ന് പറഞ്ഞുകൊണ്ടൊരു സൈറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ വെച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ലിസ്റ്റ് വ്യൂവിൽ പോയി നമ്മുടെ സിറ്റി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സൊക്കെ ഷോ അപ്പ് ആകും. അവിടുന്ന് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റർ ചൂസ് ചെയ്ത് പിന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്യണം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇത് നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബയോമെട്രിക്കിന് മുമ്പോൾ അവർ അവിടുന്ന് അപ്ലോഡ് ചെയ്ത് തരും. അതിന് ഒരു എക്സ്ട്രാ 50 പൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ചൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കൺഫർമേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഡിഫറെൻറ്റ് മെയിൽസ് വരും. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനായി ഈ ക്ലിക്ക് ടു അപ്ലോഡിൽ പോയി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇതിനു മുമ്പേ ഒരു ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലായിട്ടാണ് വന്നത്, പക്ഷേ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് കുറേ ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഡോക്യുമെൻറ്റ്സ് കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു സമ്മറി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ആകും. സബ്മിറ്റ് ആയതിന് ശേഷം നമുക്കൊരു എഡിറ്റിംഗ് ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല.
നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ നമുക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലോ പിന്നെ നമുക്ക് അവിടെ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ബയോമെട്രിക് അപ്പോയിൻമെൻറ്റിന് മുമ്പ് എപ്പോഴെങ്കിലും നമുക്ക് ഇത് കണ്ടിന്യൂ ടു സമ്മറി ക്ലിക്ക് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് 2 days ബിഫോർ മാത്രമാണ് ഞാനിത് സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ അത്രയേ ഉള്ളൂ ILR അപ്ലൈ ചെയ്യുന്ന വിധം. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.